നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് നമ്മോടൊപ്പമുണ്ട്. പ്രശസ്ത എഴുത്തുകാരി KR മീര ഫേസ്ബുക്കിൽ പറഞ്ഞത് മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് അഭിവാദ്യങ്ങളെന്നാണ്. പലരും പറയുന്നു ആദ്യമായിട്ടാവും ഒരു എതിരാളിയെ ഒരു മുന്നണി ചോദിച്ചു വാങ്ങുന്നത്. എങ്ങനെ കാണുന്നു ആ വാക്കിനെ? ശ്രീമതി KR മീര മലയാള സാഹിത്യത്തില് തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. ആരാച്ചാരും ഘാതകനും ഭഗവാന്റെ മരണവും എല്ലാം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ അങ്ങനെയൊരു എഴുത്തുകാരിയിൽ നിന്ന് ഇത്തരം ഒരു വിശേഷണം അല്ലെങ്കിൽ ഒരു പരാമർശമുണ്ടായത് തീർച്ചയായും ഞാൻ ഏറെ ആദരവോടെ കാണുന്നു. ഞാൻ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അതിന്റെ ഒരു തെളിവല്ലേ ഈ കാണുന്ന ജനക്കൂട്ടം? താങ്കൾ ട്രെയിൻ കയറിയ സമയം മുതൽ വലിയ ആവേശപൂർവ്വമാണ് പ്രവർത്തകർ കാത്തു നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് വലിയ ആവേശപൂർവ്വം. അതെ, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തി. ഇവിടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്വീകരണവും പ്രതീക്ഷയിൽ എത്രയോ കവിഞ്ഞ് അണനിറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ആവേശോജ്ജലമായ അനുഭവമാണ്. അതിപ്പോഴും നിങ്ങൾക്ക് കാണാം. സമീപകാലത്തൊന്നും നിലമ്പൂർ ഇത്ര വലിയൊരു ആൾക്കൂട്ടം കണ്ടിട്ടില്ല. ഇതിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട് എന്നതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരുൾപ്പെടെ ഉള്ള അത്തരം ആളുകളുടെ ഒരു സാന്നിധ്യം അത് തീർച്ചയായും ആവേശം പകരുന്നതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിന്റെ ലക്ഷണമായി ഞാനത് കാണുന്നു. നന്ദിപൂർവ്വം ആ പിന്തുണയെ, ഐക്യദാർഢ്യത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. താങ്കൾ പിണറായി സത്തിന്റെ വക്താവാണെന്നാണ് PVNമാർ പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ഇസമില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മാർക്സിസവും ലെനിനിസവും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്തോ ചില തെറ്റായ ധാരണകളുടെ പേരിൽ ആളുകൾ പറയുന്നതാണ്. അപ്പൊ അതിനൊന്നും അങ്ങനെ മറുപടി പറഞ്ഞോ പ്രതികരിച്ചോ പോകേണ്ട കാര്യമേ ഇല്ല. നമുക്കിവിടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാം, ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. കേരളം കൂടുതൽ വളരണം, നന്മകൾ ഉണ്ടാവണം, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങൾ ഉണ്ടാവണം. അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എല്ലാവരും കടന്നു വരട്ടെ എന്ന് ഞാൻ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ ചേർത്ത് പറയുന്ന ഒരു അംഗീകാരം കൂടിയില്ല. കഴിഞ്ഞ 9 വർഷമായി ഭരണം തുടരുന്നു, കേരളത്തിന്റെ ജീവിത ശൈലി മാറുന്നു, വലിയ മുന്നേറ്റത്തിലേക്ക് കേരളം പോകുന്നു. അതോട് ചേർത്ത് വെക്കുന്ന ഒരു അംഗീകാരം കൂടിയല്ലേ ആ അർത്ഥത്തിൽ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായാണ് സഖാവ് പിണറായി അധികാരത്തിലേക്ക് വന്നത്. ഇപ്പോൾ 9 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം മുന്നണി ഭേദമന്യേ മലയാളികളുടെ സ്വന്തം മുഖ്യമന്ത്രിയായി മാറി. അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും പരസ്യ പ്രതികരണം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കാണുന്നവരാണ് എന്നതാണ് വസ്തുത. അപ്പോൾ തെരഞ്ഞെടുപ്പിലും മത്സരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചില എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രമേ കാണുന്നുള്ളൂ. അത്തരം വാഗ്വാദങ്ങളിലോ തർക്കങ്ങളിലോ ഒന്നും ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ഈ നിലമ്പൂർ പ്രളയം വന്നപ്പോൾ താങ്കൾ അതാണ് പരക്കെ ഈ സോഷ്യൽ മീഡിയയിൽ UDF ഹാൻഡിലുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ താങ്കൾ ഉണ്ടായിരുന്നേ ഇല്ലെന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തമുള്ളവരൊന്നും അങ്ങനെ പറയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും എന്തും പറയാലോ. 2019 ഇവിടെ നാശനഷ്ടം ഉണ്ടായത്, നമ്മുടെ കവളപ്പാറ ദുരന്തം. ആ ദുരന്ത ഭൂമിയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിച്ചിരുന്ന ആളാണ് ഞാൻ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു അന്ന്. പക്ഷേ ഭാഗ്യവശാൽ അന്ന് പ്രകൃതി ദുരന്തത്തിന്റെ സമയത്ത് എന്റെ അന്നത്തെ നിയോജക മണ്ഡലത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അതുകൊണ്ട് എനിക്ക് എളുപ്പം ഓടിയെത്താൻ പറ്റി. ഞാൻ സാഹസികമായി ഇവിടെ എത്തി. ഞാൻ ഈ ചന്തക്കുന്നപ്പുറത്ത് വെളിയന്തോട് നിന്ന് കരിമ്പുഴ വരെ അന്ന് ഒരാൾ പൊക്കത്തിൽ വെള്ളമുള്ള സമയത്ത് ഒരു ബോട്ടിൽ, ഒരു തോണിയിലാണ് അക്കരെ കടന്നത്. ഞാൻ അവിടെ എത്തി എന്ന് മാത്രമല്ല, ഇപ്പോ ഞാനൊന്നും വന്നിരുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വെറുതെ, അതിനൊന്നും മറുപടി പറയേണ്ടതില്ല, എന്നാലും നിങ്ങൾ ചോദിക്കുമ്പോ അതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവർക്ക് കൂടി സ്വീകാര്യനാണ് എന്നും അല്ല എന്നും പറയുന്ന അന്നത്തെ MLA അദ്ദേഹവും ഞാനും ഒരു കുടക്കീഴിലായിരുന്നു പല ദിവസങ്ങളിലും ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കള്ളം പറയുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കള്ളം പറയുന്നത് സത്യസന്ധതയുടെ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ നിഷ്പ്രഭമായി മാറും. അപ്പോ അങ്ങനെ പറയുന്നവർ അങ്ങനെ പറയട്ടെ. വസ്തുത വസ്തുതയായി, ചരിത്രം ചരിത്രമായി നിൽക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അവസാനമായി ഈ പാലസ്തീനു വേണ്ടി താങ്കൾ നിരന്തരം പറയുന്നു എന്നാണ് മറ്റൊരു. പാലസ്തീനു വേണ്ടി പറയുന്ന ആളുകൾ, യുദ്ധത്തിനെതിരെ പറയുന്ന ആൾ കേരളത്തിന് വേണ്ടി ഒന്നും പറയുന്നില്ല, ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അൻവർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പാലസ്തീനു വേണ്ടി താങ്കൾ നിരന്തരം നിലകൊള്ളുന്നത് വലിയ ഒരു വിമർശനമായി കാണുന്നു.
പലസ്തീൻ എന്നുള്ളതല്ല, ലോകത്തിൽ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടോ, അനീതിക്കിരയാകുന്നവർ എവിടെയെല്ലാം ഉണ്ടോ, അവരുടെയെല്ലാം മനുഷ്യപക്ഷപാതികൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അത് അടിച്ചമർത്തപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതാണ്. അത് PV അൻവർ MLA-യുടെ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് ഒരു ദുരന്തമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് രാജ്യരാമാനം ഓടിയെത്തി ആ MLA-യോടൊപ്പം ദുരന്തഭൂമിയിൽ കടന്നു വരണമെന്ന് തോന്നിക്കുന്ന അതേ വികാരമാണ് പലസ്തീനിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുവെന്ന് കേൾക്കുമ്പോഴും, ഗാസയിലെ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴും, ഉക്രൈനയിലെ കെടുതികൾ കേൾക്കുമ്പോഴും, മ്യാൻമറിലെ ലഹളയെക്കുറിച്ച് അറിയുമ്പോഴും ഒക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നു. അതൊക്കെ ഒരു പൊതുവായ കാര്യമാണ്, അതിൽ പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുവെന്നേ ഉള്ളൂ. അതിനൊക്കെ നമുക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കാം. എന്തായാലും വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് മണ്ഡലത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട പ്രകടനം പോലും മണിക്കൂറുകളെടുത്താണ് പട്ടണത്തിലേക്ക് എത്തുന്നത്. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം വലിയ ആവേശകരമായി മാറും എന്ന് തന്നെയാണ് M സ്വരാജിന് പ്രവർത്തകർ നൽകുന്ന വരവേൽപ്പ് തെളിയിക്കുന്നത്.